ഈ ഫിനിഷിംഗ് പോയിന്റിൽ കിടക്കുന്ന പോലീസ് ബോട്ടിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ പോളിൽ പിടിച്ചിരിക്കുന്നവരെ അവിടെ നിന്ന് എത്രയും വേഗം ഒന്ന് മാറ്റിത്തരണമെന്ന് സ്നേഹത്തോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദയവായി നിങ്ങളൊന്ന് മാറരുത്. ഫൈനൽ മത്സരം നടക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറണം. ഈ പോൾ ഒഴിവാക്കി തരണം. നെടുമുടി CIയുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് ഈ പോളിൽ കിടക്കുന്ന തൂങ്ങി നിൽക്കുന്നവരെ അടിയന്തരമായി മാറ്റണം. നമ്മുടെ ഫൈനൽ മത്സരം വളരെ ഗൗരവമുള്ള ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആവേശകരമായ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാത്തു കിടക്കുന്നു. പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ ഭാഗമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇതാ പ്രകൃതി പോലും കനിച്ചനുഗ്രഹിച്ച് ഇതാ നമുക്ക് വേണ്ടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ദൈവാനുഗ്രഹം കൊണ്ടും നിറഞ്ഞ സദസ്സിനാൽ കുട്ടനാടിന്റെ വികാരമായ ഈ മൂലം വള്ളംകളി ഇതാ ഇവിടെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇന്ന് ഒന്നാം ട്രാക്കിലൂടെ നടുവിലെ പറമ്പൻ NCDC കുമരകം, രണ്ടാം ട്രാക്കിലൂടെ ആരോമ ബോട്ട് ക്ലബ്, മൂന്നാം ട്രാക്കിലൂടെ നടുഭാഗം. ഇതാ ഈ മൂന്ന് വള്ളങ്ങൾ ആര് ജയിക്കും, രാജപ്രമുഖൻ ട്രോഫി ആര് നേടുമെന്ന് വിധി എഴുതുവാൻ പോകുന്ന അതിനിർണായകമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രകൃതി ഇതാ ഫൈനൽ മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൈക്ക് ജോളി എതിരായിട്ട് കൈമാറുന്നു. അങ്ങനെ കാണികൾ ആവേശഭരിതമായി കാത്തിരുന്ന ഫൈനൽ മത്സരത്തിന് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അരങ്ങ് കുറിച്ചു കഴിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ അരോമ, മൂന്നാം ട്രാക്കിൽ നടുഭാഗം. അങ്ങനെ എണ്ണം പറഞ്ഞ് തുടങ്ങിയെറിയുന്ന മൂന്ന് ജനചക്രവർത്തിമാരുടെ തേരോട്ടത്തിന് ഇതാ പമ്പയാറ് സാക്ഷ്യം വഴിക്കൊരുക്കുകയാണ്. നിമിഷങ്ങൾ കഴിയുമ്പോൾ പമ്പയാറിന് തീപിടിക്കാൻ പോകുകയാണ്. അങ്ങനെ തീപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ അരോമ, മൂന്നാം ട്രാക്കിൽ നടുഭാഗം. ആദ്യ ചരിത്രമുള്ള വള്ളം 1952 മൂലപ്പള്ളിക്കായലിൽ ഒന്നാം സ്ഥാനം നേടിയ നടുഭാഗം. അതോടൊപ്പം തന്നെ നടുവിലെ പറമ്പൻ, ആരോമ. അങ്ങനെ മൂന്ന് ജനചക്രവർത്തിമാർ തുഴയെറിഞ്ഞ് വളരെ മനോഹരമായി കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചുകൊണ്ട് ഈ വാട്ടർ സ്റ്റേഡിയത്തെ കീറി മുറിച്ചുകൊണ്ട് ഇതാ മനോഹരമായി കടന്നു വരുന്നു. ഓവർ ടു ഷാജി ചേരമാൻ. കുട്ടനാട്ടിലെ ജലോത്സവ പ്രേമികൾ, കേരളത്തിലെ ജലോത്സവ പ്രേമികൾ, ലോകത്തെ ജലോത്സവ പ്രേമികൾ ഈ മിഥുന മാസത്തിലെ മൂലം നക്ഷത്രത്തിൽ എന്താഗ്രഹിച്ചുവോ അതിന്റെ തീപാറുന്ന മത്സരം നടക്കുകയാണ്. ആരോമയും അതുപോലെ തന്നെ നടുഭാഗവും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ്. ആരോമ ഈ വർഷം നീരണിഞ്ഞ വള്ളമെങ്കിൽ വിജയത്തിന്റെ താളം തന്റെ നെഞ്ചിലേക്ക് ഏറ്റിക്കൊണ്ട് കടന്നു പോകുന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ജിതിൻ പാട്ടം ലീഡ് ചെയ്തുകൊണ്ട് ഇതാ ആരോമ രഞ്ജിത്ത് സജീവി ക്യാപ്റ്റനായി ആരോമ ചുണ്ടൻ ഇതാ പാലവും കഴിഞ്ഞ് ചമ്പക്കുളത്താറിന്റെ വിരിമാറിൽ ഇതിഹാസങ്ങളും ഇടിമുഴക്കങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരുമ്പോൾ ആരോമ വ്യക്തമായ ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് രാജപ്രമുഖൻ ട്രോഫി മാറോട് ചേർത്ത് പിടിച്ചതുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരോമ സജീവിന്റെ ഉടമസ്ഥതയിലുള്ള ആരോമ വള്ളമിത വള്ളപ്പാടുകൾക്ക് മുൻപിലൂടെ കടന്നു വരിക. ആരോമ ബോട്ട് ക്ലബ് തുടർന്നുള്ള വർണ്ണത്തിന് ജോളി എതിരേറ്റിലേക്ക് മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ കവാലം ഷാജി ചേരമാൻ. ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മൂലം ട്രോഫിയുടെ രാജപ്രമുഖൻ ട്രോഫി ആര് കൈയടക്കുമെന്ന് അറിയുന്ന അന്തിമമായ കലാശപ്പോര് ഫിനിഷിംഗിലേക്ക് എത്തുകയാണ്. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ ആരോമ, മൂന്നാം ട്രാക്കിൽ നടുഭാഗം. ഇതാ രണ്ടിലെ ആരോമൽ ചേകവർത്തൻ അംഗം വെട്ടിയ കഥകൾ പറയുകയാണ്. ആരോമ ഇവിടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഓളപ്പരപ്പിലൂടെ അതെ ചാട്ടുളി പോലെ പായുകയാണ്. അതെ ആരോമ ഒന്നാം നമ്പർ കൊള്ളാം ഓമനത്തം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാം നമ്പറില് ആരോമ ഈ സീസണിലെ ആദ്യ വിജയത്തിലൂടെ കടന്നു പോകുകയാണോ? ഇതാ നടുഭാഗം തൊട്ടു പിന്നാലെ കടന്നു പോകുന്നു. ശേഷം വിവരണത്തിന് മൈക്ക് കാവാലം ഷാജി ചേരമനിലേക്ക്. സാബു നാരായണ ആശാരിയുടെ കൈക്കരുതിൽ ഈ വർഷം പിറന്നു വീണ പുത്തൻ ചുണ്ടൻപിള്ള ഉണ്ണിയായി പിറന്നപ്പോൾ തന്നെ അവൻ അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ആദ്യ മത്സരത്തിൽ കടന്നു
കടന്നു പോവുകയാണ് ജോളി. ഒപ്പം തന്നെ നടുഭാഗം ഉണ്ടായിരുന്നു. ഇതൊന്നൊരു മത്സരമല്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. നെഹ്റു ട്രോഫി ജല ഒളിമ്പിക്സിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ കണക്കുള്ള, പക്ഷേ ഇവിടെ വിജയത്തെ വിജയമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ആരോമ സജീവിനും അതിന്റെ സംഘാടകർക്കും വള്ളങ്ങൾക്കും ഈ ജയിച്ച ആരോമ ബോട്ട് ക്ലബിനും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും നൽകുകയാണ് ജോളി. താങ്ക് യു ഷാജി. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ രാജപ്രമുഖൻ ട്രോഫി ആർക്കെ എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ജഡ്ജസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഒന്നാം ട്രാക്കിലൂടെ കടന്നുപോയത് 10-ാം നമ്പർ വള്ളം നടുവിലെ പറമ്പൻ NCDC ബോട്ട് ക്ലബ്ബ്, അതേ അജിത് പുലക്കലിന്റെ നേതൃത്വത്തിൽ ഒന്നാം ട്രാക്കിലൂടെ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിലൂടെ ആരോമ ബോട്ട് ക്ലബിന്റെ രഞ്ജിത്ത് സജീവിന്റെ ക്യാപ്റ്റൻസിയിൽ ആരോമ രണ്ടാം ട്രാക്കിലൂടെ പോയി. മൂന്നാം ട്രാക്കില് നടുഭാഗം ബോട്ട് ക്ലബിന്റെ ഛത്രപതി ജിയപ്പന്റെ നേതൃത്വത്തിൽ നടുഭാഗം ബോട്ട് ക്ലബിന്റെ നടുഭാഗവും കടന്നുപോയി. ഷാജി, ജോളി, നമ്മൾ ഇടയ്ക്കൊന്ന് വിട്ടുപോയ കാര്യമാണ് കേരളത്തിലെ അവധിയുടെ അവധി ഉണ്ടെങ്കിലും